എപ്പോഴും നമ്മൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് അതിനെന്ത് ചെയ്യണം? പരിപോഷിപ്പിക്കണം. അപ്പോഴാണ് മനസ്സിലുള്ള ഈമാൻ വളരുക. അതുകൊണ്ട് റമദാനിൽ മാത്രം കുറേ കാര്യങ്ങൾ ചെയ്യുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക എന്നതല്ല, ബാക്കി മാസങ്ങളിലും ഇത് വളരെ അനിവാര്യമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ വായിച്ചവരാണ്. യഥാർത്ഥത്തിൽ അത്തരം ഭ്രാന്തന്മാരായി പോകുമെന്നാണ് ഇപ്പം നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഒരുപാട് അമലുകൾ ചെയ്ത് റമദാനിൻ്റെ ആ ഒരു രാത്രി മുതൽ തുടങ്ങി ഷവ്വാലിൻ്റെ അമ്പിളി കാണുന്നതോടുകൂടി ഒക്കെ കണ്ട് അവസാനിപ്പിക്കുന്നൊരു രീതി അത് യഥാർത്ഥത്തിലൊരു വിഡ്ഢിത്തരാണ്. മുസലായി നമ്മൾ റമദാനിലാണല്ലോ, റമദാനിൻ്റെ ഏറ്റവും അവസാനത്തെ നിമിഷങ്ങളിലാണ്. കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ റമദാൻ അവസാനിക്കണം. ഈ സമയത്ത് വളരെ ഭക്തി നിർഭരമായ ഒരവസ്ഥ നമുക്കുണ്ട്. അപ്പോൾ ഈ മാസത്തിലുണ്ടാകുന്ന ഒരു അവസ്ഥയും അതുപോലെ തന്നെ ഇതിന് ശേഷമുള്ള ഒരു അവസ്ഥയും സാധാരണ നമ്മൾ കാണാറുണ്ട്. എന്താണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളോട് ഈ വിഷയത്തിൽ നമുക്ക് നൽകാനുള്ളത്? ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ അനുഗ്രഹിക്കപ്പെട്ട റമദാൻ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വസന്ത കാലമാണ് എന്നതിൽ സംശയമില്ല. അള്ളാഹുവിൻ്റെ വിധിയെന്നോണം റമദാൻ വിട പറയാനിരിക്കുന്ന സാഹചര്യത്തിലും സന്ദർഭത്തിലുമാണ് വിശ്വാസി സമൂഹമുള്ളത്. പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 12 മാസങ്ങളിൽ റമദാനെക്കുറിച്ച് മാത്രമാണ് റമദാൻ വിട പറയുന്നു അല്ലെങ്കിൽ യാത്രയാകുന്നു എന്ന ചർച്ച പൊതുവായി ഉണ്ടാകാറുള്ളത്. ഇപ്പോൾ മുഹറം അല്ലെങ്കിൽ റജബ് മറ്റേത് മാസങ്ങളാകട്ടെ അത് സാധാരണയായി കഴിഞ്ഞു പോകുന്നു, അടുത്ത മാസം വരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായി റമദാൻ ആഗതമാകുമ്പോഴും അത് വിട പറയുമ്പോഴും അതുമായി ബന്ധപ്പെട്ട ഉണർത്തലുകളും ഉത്ബോധനങ്ങളുമൊക്കെ സമൂഹത്തിൽ വളരെ വ്യാപകമായി തന്നെ ഉണ്ടാകാറുണ്ട്. ഇതിൽ തന്നെ വലിയൊരു സന്ദേശമുണ്ട്. അഥവാ റമദാൻ എന്നത് വലിയ പരിശീലനത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഒരു മാസമാണ്. ആ തിരിച്ചറിവ് എല്ലായ്പ്പോഴും വിശ്വാസികൾക്കുണ്ടാകണം എന്നാണ് ആദ്യമായി ഉണർത്താനുള്ളത്. മറ്റൊന്ന്, റമദാനിൽ മാത്രം കർമ്മനിരതരാവുക എന്ന രീതിയല്ല, മറിച്ച് റമദാനിനെ ഒരു പ്രചോദനമായി എടുത്തുകൊണ്ട് തുടർന്നുള്ള മാസങ്ങളിലും ഉന്മേഷത്തോടെ ഉണർവോടുകൂടി ജീവിതത്തെ മുന്നോട്ട് നയിക്കുക എന്നതാണ് വിശ്വാസി ഏറ്റവും കൂടുതലായി ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ റമദാനെ നമ്മളൊരു ഒരു ഒരു മൗസിമായി അഥവാ ഒരുപാട് നന്മകളെ സ്വായത്തമാക്കാനുള്ള വലിയൊരവസരമായി എടുക്കുക. അതിനുശേഷമുള്ള മാസങ്ങൾ ഒട്ടും ആവേശം കുറയാതെ തന്നെ നന്മയിലൂടെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ് പരലോകം ആഗ്രഹിക്കുന്ന വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ടത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ ശരീരത്തിന് അതിൻ്റെ ആഫിയത്ത് അഥവാ അതിൻ്റെ സൗഖ്യം നിലനിൽക്കണമെങ്കിൽ സമയബന്ധിതമായി ഭക്ഷണവും വെള്ളമൊക്കെ ആവശ്യമാണ്. ഏതെങ്കിലും ഒരു കല്യാണം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ഒരു സൽക്കാരം ഉണ്ടാകുമ്പോൾ അതല്ലെങ്കിൽ വർഷത്തിൽ വരുന്ന 2 പെരുന്നാളുകൾക്ക് നന്നായി കഴിക്കുക അതുപോരാ. മറിച്ച് എല്ലാ ദിവസവും സമയബന്ധിതമായി ഭക്ഷണം വേണം, വെള്ളം വേണം. ഇത് ആഫിയത്തിന് ആവശ്യമാണ്. റമദാൻ എന്നത് അല്ലെങ്കിൽ സൽക്കർമ്മങ്ങൾ എന്നത് നമ്മുടെ മനസ്സിൻ്റെ ആഫിയത്തിന് പ്രധാനമാണ്. മനസ്സ് എപ്പോഴും ശക്തിയുള്ള വിശുദ്ധിയുള്ള ഒന്നാകണമെങ്കിൽ എപ്പോഴും നമ്മൾ സൽക്കർമ്മങ്ങൾ കൊണ്ട് അതിനെന്ത് ചെയ്യണം? പരിപോഷിപ്പിക്കണം. അപ്പോഴാണ് മനസ്സിലുള്ള ഈമാൻ വളരുക. അതുകൊണ്ട് റമദാനിൽ മാത്രം കുറേ കാര്യങ്ങൾ ചെയ്യുക, നിസ്കരിക്കുക, ഖുർആൻ ഓതുക എന്നതല്ല, ബാക്കി മാസങ്ങളിലും ഇത് വളരെ അനിവാര്യമായി നമ്മൾ കാണേണ്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന്, ഒരു ചിന്തയായി നമുക്ക് സമൂഹത്തിന് കൊടുക്കാനുള്ളൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ദുന്യാവിൽ കഴിയണമെങ്കിൽ സമ്പത്ത് നമുക്ക് ആവശ്യമാണ്. എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാകണം. ആഖിറം എന്നത്, പരലോക ജീവിതം എന്നത് ശാശ്വതമായ ജീവിതമാണ്. അവിടെ ജീവിക്കാൻ കുറേ സമ്പത്തുണ്ടായിട്ട് കാര്യമില്ല. നല്ല വരുമാനമുള്ള ആളായിരുന്നു ഞാൻ എന്നതല്ല മാനദണ്ഡം. മറിച്ച് ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തവനാണ്, അതേപോലെ തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവനാണ് എന്ന ഒരു മാനദണ്ഡമാണ് പരലോകത്ത് പരിഗണിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ
ഇവിടെ ദുന്യാവിൽ നമ്മൾ ഒരുപാട് സമ്പാദിക്കണം, ചെലവ് കുറക്കണം എന്നൊരു തത്വമാണ് പൊതുവായി ഉണ്ടാകാറുള്ളത്. പരലോകത്തിൻ്റെ വിഷയത്തിൽ വേണ്ടത് നന്നായി സൽക്കർമ്മങ്ങളിൽ വ്യാപൃതരാകണം, തിന്മകൾ കുറക്കുക, തെറ്റുകൾ പരമാവധി കുറക്കുക എന്ന ഒരു നിലപാട് കണിശമാക്കിയാൽ ഏതൊരാൾക്കും ഇതിൻ്റെ പ്രചോദനം നഷ്ടപ്പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതാണ്. ഇവിടെ ഈ റമദാൻ വിശ്വാസികളെ വിട്ടു പിരിയുമ്പോൾ വ്യത്യസ്തങ്ങളായ അതുമായി ബന്ധപ്പെട്ട ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പല നിലക്കുള്ള ചർച്ചകൾ കാണാൻ പറ്റും. അതിൽ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ് ഈ റമദാനെ ആളുകൾ രണ്ട് തരത്തിൽ, റമദാനിൻ്റെ വിട്ടുപോക്കിന് രണ്ട് തരത്തിൽ കാണും എന്നാണ്. അതിലൊന്ന്, റമദാൻ വിട്ടുപോകുന്നതിൽ വലിയ സങ്കടം, വലിയ വേദന. കാരണം ഓരോ കാര്യങ്ങളെയും കണിശമായി ശ്രദ്ധിച്ചൊരു മാസമായിരുന്നു. രാവിനെയും പകലിനെയും പരമാവധി നന്മകൾക്ക് വേണ്ടി കൊടുത്തൊരു മാസം എന്ന് പറഞ്ഞാൽ നമ്മളുമായി അത്രയും ഇടപഴകി വളരെ വലിയൊരു ബന്ധം ഊട്ടി ഉറപ്പിച്ച ഒരു മാസം. അത് വിട്ടുപോകുമ്പോൾ എന്തെന്നില്ലാത്തൊരു വേദന, ഒരു വിരഹ ദുഃഖം ഉണ്ടാകുമെന്നാണ്. മറ്റൊരു വിഭാഗം എന്താ വെച്ചാൽ, റമദാനിൽ അവർ ഉണ്ടായത് ഒരു കുറ്റവാളിയെ ജയിലിൽ കൊണ്ടുപോകുന്ന മാനസികാവസ്ഥയിലാണ്. കുറ്റം ചെയ്താൽ, പിടിക്കപ്പെട്ടാൽ, ജയിൽവാസം വിധിക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ടും ദുന്യാവിൽ അയാൾ വിശാലമായി നടന്നിരുന്ന പോലെ അയാൾക്ക് ജയിലിൽ പറ്റൂല, ഒതുങ്ങിക്കൂടി കഴിയണം. അതേപോലെ ദുന്യാവിലുണ്ടായിരുന്ന മടിയും അലസതയും, ദുന്യാവ് എന്ന് പറഞ്ഞാൽ ജയിലിന് പുറത്ത് ഉണ്ടായിരുന്ന ഈ മടിയും അലസതയൊന്നും അവിടെ പറ്റൂല. അവിടെ നിർണയിക്കപ്പെട്ട ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. എല്ലാം അങ്ങനെയാണ്. ഇതുപോലെ റമദാൻ വന്നു, ഇനിയിപ്പോൾ നിർബന്ധിതാവസ്ഥയിൽ നിസ്കരിക്കണം, ഖുർആൻ കൈകൊണ്ടെന്നെടുത്ത് എന്തെങ്കിലുമൊക്കെ 4 പേജ് ഓതണം. ഇങ്ങനെയൊക്കെ ഒരു ജയിൽ മനസ്സോടുകൂടി ഉണ്ടായിരുന്ന ആളുകൾ ഇത് കഴിഞ്ഞു കിട്ടിയാലോ, ഇതുപോലെ ഒരു കുറ്റവാളി പരോളിൽ ഇറങ്ങുമ്പോൾ ആ പഴയ കുറ്റങ്ങളൊക്കെ ഓർത്തിട്ട് എന്നാൽ ഒന്നുകൂടി ചെയ്യാം എന്ന മനോഭാവത്തിലേക്ക് മാറ്റപ്പെടുന്ന പോലെ റമദാൻ കഴിഞ്ഞു, ഇനി എന്തും ചെയ്യാം എന്ന ആ ഒരു സ്വതന്ത്രമായ ഒരവസ്ഥയിലേക്ക് പോകുന്ന ആളുകളും ഉണ്ട് എന്നാണ്. അപ്പോൾ ആ രൂപത്തിൽ ഒരിക്കലും വിശ്വാസിയാകാൻ പാടില്ല. ഒരു വലിയ വിരഹ ദുഃഖം, അഥവാ ഇനിയുള്ള മാസങ്ങളിൽ ഞാൻ ഇതുപോലെയാകണമെങ്കിൽ നന്നായി ശ്രദ്ധിക്കണമല്ലോ എന്ന ഒരു ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ റമദാൻ വന്നു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട ഈ നന്മകൾക്ക് പ്രചോദനമേകുന്ന ഒരുപാട് ഉപദേശങ്ങൾ കേട്ടിട്ടാണ് വിശ്വാസി സമൂഹം റമദാനിലേക്ക് എന്ത് ചെയ്യുക, പ്രവേശിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി, നമുക്ക് ഈമാനുള്ള തഖ്വയുള്ള ആളുകളായി മാറണം എന്ന് തന്നെയാണല്ലോ. അപ്പോൾ ഇവിടെ മനസ്സിലാക്കുക, തഖ്വ എന്ന ഈ സംഗതി റമദാനിലേക്ക് മാത്രമല്ല. ഖുർആൻ റമദാനിൽ നിങ്ങൾ തഖ്വയിലുള്ളവരാകുക എന്നല്ല പഠിപ്പിച്ചത്, മരണം വരെയും. അതാണ്, നിങ്ങൾ വിശ്വാസികളായിക്കൊണ്ടല്ലാതെ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാ, വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക, മുസ്ലിങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. അപ്പോൾ റമദാനിലാണ് എല്ലാവരും മരിക്കുക എന്ന് പറയാൻ പറ്റൂല. എപ്പോൾ നമ്മൾ മരിക്കുകയാണെങ്കിലും തഖ്വയുള്ളവരായി മരിക്കണം എന്നതാണ്. അതേപോലെ തന്നെ ഇപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ എടുക്കുക. നിസ്കാരവുമായി ബന്ധപ്പെട്ട് ഖുർആൻ നടത്തിയ കൽപ്പനകളൊക്കെ നിസ്കരിക്കുന്ന യുഖീമൂന സ്വലാത്ത്, നിസ്കാരം നിർവഹിക്കുന്നവർ, അത് റമദാനിൽ മാത്രമല്ല. അതേപോലെ അഖ്മിസ് സ്വലാത്ത തൊറഫൈൻ നഹാർ, നിങ്ങളെന്ത് ചെയ്യണം, പകലിൻ്റെ 2 അറ്റങ്ങളിലും നിസ്കരിക്കണം. വസുലഫം മിനല്ലയിൽ, രാത്രിയുടെ യാമങ്ങൾ നിസ്കരിക്കണം. ഇത് കൽപ്പനയാണ്. അപ്പോൾ 5 നേരം നിസ്കാരങ്ങളെയും ഈ ആയത്തിൽ വന്നു. പകലിൻ്റെ 2 അറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഷെയ്ഖ് നാസർ സഅദി റഹിമഹുല്ലൊക്കെ പറയുന്നുണ്ട്, സുബഹി, ളുഹർ, അസ്റൊക്കെ അതിൽ പെട്ടു. പകലുമായി ബന്ധപ്പെട്ട നിസ്കാരങ്ങൾ അതാണ്. രാത്രിയാകുമ്പോൾ മഗ്രിബും ഇശാവും അതേപോലെ തഹജ്ജുദ്, ഖിയാമുൽ ലൈൽ പോലെയുള്ള നിസ്കാരങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ വരും എന്ന് തഫ്സീറിൽ കാണാൻ പറ്റും. അപ്പോൾ ഈ നിസ്കാരങ്ങൾ റമദാനിലേക്ക് മാത്രമല്ല, നിർബന്ധ നിസ്കാരങ്ങളും അനുബന്ധ നിസ്കാരങ്ങളും അതേപോലെ രാത്രി നിസ്കാരം, ഇതൊക്കെ റമദാനിലേക്ക് മാത്രമല്ല, ഇപ്പോഴും എല്ലാ ദിവസങ്ങളിലും വേണ്ട നിസ്കാരങ്ങളാണ്. അതേപോലെ ഖുർആനിൻ്റെ ഒരു ഉപദേശമാണ്, ഇന്നൽ ഹസനാത്ത് യുദ്ഹിബിന സയ്യിആത്ത്, നന്മകൾ തിന്മകളെ കളയും എന്നാണ്. അപ്പോൾ ഈ നന്മകൾ തിന്മകളെ കളയും എന്ന രീതിയും റമദാനിന് മാത്രമല്ല, അതും എന്തുതന്നെയാണ്, റമദാൻ അല്ലാത്ത മാസങ്ങളിലും ഉള്ളതാണ്. അതുകൊണ്ട് ഹസനാത്തുകൾ വർദ്ധിപ്പിക്കുക, അതിലൂടെ സയ്യിആത്തുകളെ കരിച്ചു കളയുക എന്ന രീതി എല്ലാ മാസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാ ഹൈസുമാ കുൻത വത്ബിഇസ് സയ്യിഅൽ ഹസന
ഒരു തെറ്റ് വന്നു പോയാൽ ഒരു നന്മ അതിനെ തുടർന്ന് ചെയ്ത് ആ തെറ്റിനെ മായ്ച്ചു കളയണം. അപ്പോൾ ഇത് റമദാൻ അല്ലാത്ത മാസങ്ങളിലും വിശ്വാസികൾ സജീവമായി ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അതേപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചൊരു കാര്യമാണ് ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് വൽ അമലു സ്വാലിഹ്. നല്ല വാക്കുകൾ, നല്ല പ്രവൃത്തികൾ ഇത് അള്ളാഹുവിലേക്ക് പിന്നെ ഉയരും എന്നാണ്. അപ്പോൾ അള്ളാഹുവിലേക്ക് ഉയരുക എന്ന ഈ പ്രക്രിയ റമദാനിൽ മാത്രമല്ല, തക്ബീറും അതേപോലെ തഹ്മീദും തസ്ബീഹും തഹലീലും അല്ലാത്ത അദ്കാറുകൾ, പ്രാർത്ഥനകൾ, സത്യസന്ധമായ വാക്കുകൾ, അതേപോലെ സാരോപദേശങ്ങൾ, ഇങ്ങനെ തുടങ്ങി എല്ലാ വാക്കുകളും റമദാൻ അല്ലാത്ത മാസങ്ങളിലും റബ്ബിലേക്ക് ഉയരുകയാണ്. അതേപോലെ അമലു സ്വാലിഹാത്ത് റമദാനിൽ മാത്രമല്ല അല്ലാത്ത മാസങ്ങളിലും റബ്ബിലേക്ക് ഉയരും എന്നത് വിശുദ്ധ ഖുർആൻ നമ്മളോട് കൽപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തൗബയും ഇസ്തിഗ്ഫാറും നമ്മൾ എടുക്കുക. ഈ തൗബയും ഇസ്തിഗ്ഫാറും റമദാനിലേക്ക് മാത്രം പഠിപ്പിക്കപ്പെട്ട ഒന്നാണോ? അല്ല. അല്ലാത്ത മാസങ്ങളിലും തൗബയും ഇസ്തിഗ്ഫാറും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വേണം. അത് വിശുദ്ധ ഇസ്ലാമിൻ്റെ കൽപ്പനയാണ്. ഖുർആൻ പാരായണം അത് റമദാൻ കഴിഞ്ഞാലും വേണ്ടതാണ്. കാരണം ഇന്നല്ലദീന യത്ലൂന കിതാബല്ലാ എന്നത് റമദാനിലേക്ക് മാത്രമല്ല, എല്ലാ ദിവസവും ഖുർആൻ പാരായണം, സാധിക്കുന്ന പോലെയുള്ള പഠനം, ഇതൊക്കെ റമദാൻ അല്ലാത്ത മാസങ്ങളിലും നമ്മുടെ ജീവിതത്തിൽ വേണം. അതേപോലെ അംഫിഖൂ, നിങ്ങൾ ചെലവഴിക്കുക എന്ന പ്രയോഗം ഇപ്പോൾ സൂറത്ത് ബഖറയിൽ തന്നെ കാണാം. വിശ്വാസി യാ അയ്യുഹല്ലദീന ആമനു അംഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബിൽ അൻ യഅതിയ യൗമുൻ ലാ ബൈഉൻ ഫീഹി വലാ ഖുല്ലത്തുൻ വലാ ശഫാഅ. നിങ്ങൾക്ക് പിന്നെ കൂട്ടുകെട്ട്, ശുപാർശ, അതേപോലെ കച്ചവടം, ഇതൊന്നും ഉപകരിക്കാത്ത മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ചെലവഴിക്കുക. അപ്പോൾ ഇത് റമദാനിൽ മാത്രമല്ല, ഈ ചെലവഴിക്കലും അതുമായി ബന്ധപ്പെട്ട പ്രാർത്ഥനകളും മറ്റുമൊക്കെ റമദാൻ അല്ലാത്ത മാസങ്ങളിലും ദിവസങ്ങളിലും ഒക്കെ ഉള്ളതാണ്. ഇങ്ങനെ നമ്മൾ ഓരോ തലങ്ങളും എടുത്താൽ വിശുദ്ധ ഇസ്ലാമിൻ്റെ അധ്യാപനം ഒരു വിശ്വാസിയുടെ ജീവിതം മരണം വരെ സൽക്കർമ്മങ്ങൾ കൊണ്ട് സമ്പന്നമാകണം എന്നതാണ്. അതേപോലെ തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതമാകണം എന്നത്. എങ്കിൽ മാത്രമേ മനസ്സിനെ പരിപോഷിപ്പിക്കാനും ശക്തിപ്പെടുത്താനും കഴിയുകയുള്ളൂ എന്ന ഒരു സന്ദേശം, ആ സന്ദേശത്തെ മുറുകെ പിടിക്കാനാണ് വിശ്വാസികൾ എല്ലാ മാസങ്ങളിലും പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത്. റമദാൻ ഒരുപാട് പുണ്യങ്ങൾ സമ്പാദിക്കാനും വാരിക്കൂട്ടാനുമൊക്കെയുള്ള വലിയൊരു ഓഫറായി, ഒരു അവസരമായി അള്ളാഹു നമുക്ക് സംവിധാനിച്ചതാണ്. അതിനെ ആ നിലക്കും ഉപയോഗപ്പെടുത്തുക എന്നതാണ് സൂചിപ്പിക്കാനുള്ളത്. തീർച്ചയായിട്ടും ഇവിടെ ഷാഫി അൽ ഹിക്കമി ഈ ഒരു ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടത്, ഇപ്പോൾ സാധാരണ ഇപ്പോൾ സംസാരിച്ചതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ വലിയ ഒരു ആവേശമാണ് ആളുകൾക്ക്. അത് സുബഹി മുതൽ തറാവീഹി വരെയുള്ള ഒരു വലിയ ആവേശം നമ്മൾ കാണാൻ സാധിക്കുന്നു. പക്ഷേ ശവ്വാലോട് കൂടി അതെന്ത് ചെയ്യുന്നു, ആളുകൾ അങ്ങനെ കൊഴിഞ്ഞു പോകുന്നു. ഒരൊറ്റ മാസത്തെ ഒരു പിന്നെ ആചാരം നിലക്കാണ് ആളുകളുള്ളത്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രം ബാക്കിയാവുന്നൊരവസ്ഥ. സത്യത്തിൽ ഇത് ആളുകൾ തെറ്റിപ്പോകുന്നു. ഈ അവസ്ഥ നിലനിർത്താൻ ഇപ്പോൾ ഷെയ്ഖ് പറഞ്ഞ പോലെ ഇത് ഇവിടെ നിലനിർത്തണം. ഈ തഖ്വയും ഈമാനും ഒക്കെ നിലനിർത്തി പോകേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ട്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് കൂട്ടിച്ചേർക്കും. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. ഇവിടെ സൂചിപ്പിച്ചതുപോലെ യഥാർത്ഥത്തിൽ റമദാൻ മാസം വരുമ്പോൾ അതല്ലെങ്കിൽ റമദാനിൽ ഈ ദീനുള്ള ആളുകൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അപ്പോൾ നമ്മളെ പള്ളികളൊക്കെ നിറഞ്ഞു കാണുന്നു. ജമാഅത്ത് വക്തുകൾക്കൊക്കെ സൊഫുകളിൽ ഒരുപക്ഷെ നമുക്കൊന്നും സ്ഥലം കിട്ടാത്ത രീതിയിൽ ആളുകൾ തിങ്ങിക്കൂടുന്നു. ഇതൊക്കെ ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം തന്നെ ഇത് കഴിയുമ്പോൾ എല്ലാം അങ്ങോട്ട് ഒഴുകിപ്പോകുന്നൊരവസ്ഥ, അത് നമ്മളെ വല്ലാതെ ദുഃഖിപ്പിക്കുന്നതാണ്. കുറച്ച് കഴിഞ്ഞ വർഷങ്ങളിൽ ഒരു പിക്ചർ നിങ്ങളൊക്കെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ടാവും ചിലപ്പോൾ. ഒരു പള്ളിയിൽ റമദാൻ കഴിഞ്ഞതോടെ സൊഫിൽ 2-3 ആളുകൾ മാത്രം ബാക്കിയായത്. അപ്പോൾ അതിനൊരു ക്യാപ്ഷൻ കൊടുത്തിരുന്നല്ലോ, ദഹബൽ ളുയൂഫ് ബഖിയൽ അഹ്ൽ എന്നാണ്. അപ്പോൾ അതിഥികൾ അവർ തിരിച്ചുപോയി, കുടുംബക്കാരിവിടെ ബാക്കിയായി എന്നുള്ളതാണ്. അതൊരു വല്ലാത്തൊരു കാര്യമാണ്. കാരണം നമ്മൾ അള്ളാഹുവിൻ്റെ കുടുംബക്കാരായി മാറാനാണ് ശ്രമിക്കേണ്ടത്. അല്ലാതെ ഒരു അതിഥികളായി ഏതെങ്കിലും ഒരു മാസത്തിൽ വന്ന് തിരിച്ചു പോകുന്നൊരവസ്ഥ അതല്ല വേണ്ടത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അത് പഠിപ്പിക്കുന്നത്. സീസൺ ഭക്തിയല്ല. ഇപ്പോൾ വിശുദ്ധ ഖുർആനിൽ പറഞ്ഞല്ലോ, ഒരു സ്ത്രീയെക്കുറിച്ച്, രീത്ത എന്ന് പറയുന്ന ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അവരിങ്ങനെ കയറ് കെട്ടി ഉണ്ടാക്കും, അത് ശക്തിയായാൽ വീണ്ടും അത് അഴിച്ചു മാറ്റുന്നതാണ്. ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ സ്കൂളുകളിലൊക്കെ നാറാണത്ത് ഭ്രാന്തൻ്റെ കഥ വായിച്ചവരാണ്. യഥാർത്ഥത്തിൽ അത്തരം ഭ്രാന്തന്മാരായി പോകുമെന്നാണ് ഇപ്പം നമുക്ക് തോന്നിപ്പോകുന്നത്. കാരണം ഒരുപാട് അമലുകൾ ചെയ്ത് റമദാനിൻ്റെ ആ ഒരു രാത്രി മുതൽ തുടങ്ങി ശവ്വാലിൻ്റെ അമ്പിളി കാണുന്നതോടുകൂടി ഒക്കെ അവസാനിപ്പിക്കുന്നൊരു രീതി, അത് യഥാർത്ഥത്തിലൊരു വിഡ്ഢിത്തരാണ്.
നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരുപാട് നന്മകളുമായിട്ട് ചിലർ വരും. അവരുടെ നന്മകളൊക്കെ ഒന്നും അല്ലാതായി പോകുന്നതാണ്. കാരണം അവരുടെ രഹസ്യങ്ങളിൽ അവർ തിന്മകൾ ചെയ്ത് ഈ നന്മകളെ നശിപ്പിക്കും. ഇവിടെ ചോദിച്ചതുപോലെ നമ്മൾ ഇത് നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് അധികവും. അതിൽ സംശയമൊന്നുമില്ല, എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും ഈ ഒരു രീതിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്യണം, അതെല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അതിനുള്ള ചില നിർദ്ദേശങ്ങൾ അത് പാലിക്കപ്പെട്ടാൽ നമുക്ക് കഴിയുമെന്നുള്ളതാണ്. അതിലൊന്ന് പ്രധാനമായിട്ടുള്ളത് പ്രാർത്ഥന തന്നെയാണ്. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് റളിയല്ലാഹു അൻഹുവിനോട് ഒരിക്കൽ പറയുന്നുണ്ട്, വല്ലാഹി ഇന്നി ഉഹിബ്ബുക്, വല്ലാഹി ഇന്നി ഉഹിബ്ബുക്, വല്ലാഹി ഇന്നി ഉഹിബ്ബുക്. 3 തവണയാണ് പറഞ്ഞത്, ഞാൻ നിന്നെ അള്ളാഹു തന്നെയാണ് സ്നേഹിക്കുന്നു. 3 തവണ പറഞ്ഞിട്ട് പിന്നീട് പറയാണ്, നീ എന്ത് ചെയ്യണം, നിസ്കാരത്തിൻ്റെ അവസാനത്തിൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക് വ ശുക്രിക് വ ഹുസ്നി ഇബാദത്തിക് എന്ന് പ്രാർത്ഥിക്കണം എന്നാണ്. അപ്പം അതിൻ്റെ ഒരു ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സമയം കൂടിയാണിത്. എപ്പോഴും പടച്ചോൻ്റെ ഒരു സഹായം ഇല്ലാതെ നമുക്കൊരു നന്മയിലും നിലനിൽക്കാൻ കഴിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖന്തക്ക് യുദ്ധത്തിൽ മണ്ണിങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് പാടിയിരുന്ന ഒരു പാട്ടായി സ്വഹാബത്ത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ലൗലല്ലാഹു മഹ്തദൈന വല സൊല്ലൈന വല തസദ്ദഖ്ന. അള്ളാഹുവിൻ്റെ തൗഫീഖില്ലായിരുന്നെങ്കിൽ നിസ്കാരമില്ല, നോമ്പുമില്ല, ഹിദായത്തൊന്നും കിട്ടൂല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളൊക്കെ ഈ ഒരു വിശുദ്ധി നിലനിർത്താൻ പടച്ചവനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്ന്. രണ്ടാമത്തത്, ഇപ്പോൾ നമുക്ക് റമദാൻ വരുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ നന്നാവുന്നതിൻ്റെ ഒരു കാര്യം പരിസരം നന്നായി കിട്ടി എന്നുള്ളതാണ്. കാരണം എല്ലാവരും വരുന്നു പള്ളിയിലേക്ക്, അതേപോലെ എല്ലാം കൊണ്ടും ഒരു ഈമാനികമായ അന്തരീക്ഷത്തിലേക്ക് എത്തുന്നുണ്ട്. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞ എന്താണ്, ആകാശത്തിൻ്റെ കവാടങ്ങളൊക്കെ തുറന്നിടും, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നിടും, അതേപോലെ നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചിടും. എല്ലാം കൊണ്ടും ഒരു നന്മയുടെ അന്തരീക്ഷം കിട്ടുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലത്ത് ഈ ശവ്വാൽ 1 മുതൽ അങ്ങോട്ട് നമ്മളായിട്ട് എന്ത് ചെയ്യണം, ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കണം. അതിനുള്ള പണി എടുത്തില്ലെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ നന്മകളിൽ നിന്നൊക്കെ പുറത്തു പോകുന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ബിസിനസ്സിലാണെങ്കിലും നമ്മുടെ കച്ചവട സമയത്താണെങ്കിലും ജോലി സമയത്താണെങ്കിലും ഒക്കെ ഒരു നല്ല സാഹചര്യം ഉണ്ടാക്കാൻ. ഇപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിച്ചോ അറിയില്ല, ഇപ്പോൾ നമ്മളെ ചില ആളുകൾ മൈക്കിങ്ങനെ നീട്ടിപ്പിടിച്ചും നോമ്പ് മുറിക്കോ 10,000 രൂപ തരാം അല്ലെങ്കിൽ 1,00,000 തരാം. അപ്പോഴൊന്നും എന്ത് ചെയ്യുന്നില്ല, ഒരു കുട്ടി പോലും നോമ്പ് മുറിക്കാൻ തയ്യാറാവുന്നില്ല. 1,00,000 രൂപ ഓഫർ ചെയ്തിട്ടും നോമ്പ് മുറിക്കാൻ തയ്യാറല്ല. അപ്പോൾ അതിന് എന്ത് മനസ്സിലായി, നമുക്കൊക്കെ അള്ളാഹുവിനോട് സ്നേഹമുണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പനകളോടൊരു ആദരവുണ്ട്. അപ്പോൾ ഇത് നിലനിർത്താനുള്ള ഒരു പ്രധാനപ്പെട്ട ഒന്ന് സാഹചര്യം നന്നാക്കുക എന്നുള്ളതന്നെ. അതേപോലെ തന്നെ പണ്ഡിതന്മാർ പറഞ്ഞ ഒരുപാട് കാര്യങ്ങളുണ്ട്, നമ്മൾ ചുരുക്കി പറയാം. പണ്ഡിതന്മാർ പറഞ്ഞ 3-മത്തെ കാര്യം നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളതാണ്. അതല്ല ഇപ്പം എന്താണെന്ന് വെച്ചാൽ എല്ലാ സുഹൃത്തുക്കളും പള്ളിക്ക് വരും, എല്ലാ സുഹൃത്തുക്കളും നോമ്പെടുക്കും, എന്നത് കഴിഞ്ഞാൽ വളരെ ഒറ്റപ്പെട്ട. അതുകൊണ്ടാണല്ലോ ഒഴുക്കിനെതിരെ നീന്തുന്നവരാണ് ചരിത്രം സൃഷ്ടിച്ചിട്ടുള്ളൂ. മറിയം ബീവി, ആസിയ ബീവിയെക്കുറിച്ച് അള്ളാഹു മാതൃകയാണെന്ന് പറയുന്നത്, ലോകത്തെ ഏറ്റവും കാഫിറായ ഒരു മനുഷ്യൻ്റെ കീഴിൽ ദീനിനെ മുറുകെ പിടിച്ച് ജീവിച്ച ആളാണ് ആര്, ആസിയ ബീവി. അള്ളാഹു മസലീന മുറാത്ത് ഫിറൗൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളിഞ്ഞ് ഒഴുക്കിനെതിരെ നീന്തണം. സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ പ്രതികൂലമായിരിക്കും, പക്ഷേ ഈ തഖ്വ, ഈ റമദാനിൽ നേടിയ തഖ്വ കൊണ്ട് മുന്നേറുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ സ്വയം ഒരു പരിശ്രമം നടത്തണം. വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബുലന. അപ്പോൾ അള്ളാഹു പറയാണ്, ദീനിയായി ഈമാനികമായി നിലനിൽക്കാൻ ഒരാൾക്ക് താല്പര്യമുണ്ടോ, അയാൾക്ക് അള്ളാഹ് എന്ത് ചെയ്യും, വഴി കാണിച്ചു കൊടുക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറേയൊക്കെ ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു സാഹചര്യം നിലനിർത്തി ഈ റമദാൻ്റെ വിശുദ്ധിയോടെ ജീവിക്കാൻ കഴിയുന്നുള്ളതാണ്. അപ്പം ഇത് നിലനിർത്താൻ മനസ്സിൻ്റെ ഉള്ളിൽ എന്ത് വേണം, ഒരു തീരുമാനം വേണം. തീർച്ചയായിട്ടും അതിനു വേണ്ടിയിട്ട് തൗഫീക്കിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കഅബാലയം പടുത്തുയർത്തിയതിനു ശേഷം അത് സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു, അതുപോലെ തന്നെ നിലനിൽക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നാം വിശ്വാസികളും അതിനുവേണ്ടി പരിശ്രമിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് പറയാനുള്ളത്.